നിങ്ങൾക്ക് ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നീ രണ്ട് രോഗങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ 3 തെറ്റുകൾ ചെയ്യാതിരിക്കുക. പലപ്പോഴും ക്രോൺസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്നവർ ചെയ്യുന്ന ഒന്നാമത്തെ ഒരു തെറ്റാണ് ഇത് മരുന്ന് കഴിക്കും, അതൊരു കൺട്രോൾ ആകുമ്പോഴേക്കും തന്നെ മരുന്ന് ഡോക്ടറിനോട് ചോദിക്കാതെ തന്നെ നിർത്തും. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണമെന്നല്ല. പക്ഷേ ഇത് കൺട്രോൾ ആയതുകൊണ്ട് രോഗം മാറി എന്ന് പറയാൻ കഴിയുകയില്ല. നമ്മൾ കൃത്യമായ ഒരു കാലയളവിൽ മരുന്ന് കഴിച്ച് എന്നിട്ട് ഇതിന് മരുന്ന് നിർത്തണമോ എന്ന് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം മരുന്നുകൾ നിർത്താനോ അല്ലെങ്കിൽ അതിൻ്റെ ഡോസുകൾ കുറച്ച് കൊണ്ടുവരാനോ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് കൃത്യമായ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചില ട്രിഗർ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഉദാഹരണം റെഡ് മീറ്റ് അല്ലെങ്കിൽ മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാഫീൻ അടങ്ങിയ ഡ്രിങ്ക്സ്, ഇതൊക്കെ നമുക്ക് ട്രിഗർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും തിരിച്ചറിയാതെ സാധാരണ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ബ്ലൈൻഡ്ലി എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടിലേക്ക് നയിച്ചേക്കാം. നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറിനോട് ഇതിന്റെ കൃത്യമായ ഡയറ്റ് വിവരങ്ങൾ ചോദിച്ചറിയുക. മൂന്നാമതായിട്ടുള്ള തെറ്റെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുകയും അത് ഇമ്മ്യൂണിറ്റിനെ, നമ്മുടെ കുടലിനെതിരെ പ്രവർത്തിക്കാൻ അതൊരു കാരണമാക്കി തീർക്കുകയും ഇങ്ങനെയുള്ള അൾസറുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കൂടി വരാനും കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 3 തെറ്റുകൾ നിങ്ങൾക്ക് അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വരുത്താതിരിക്കുക.